ഇങ്ങോട്ടോ നല്ല എക്കോ സൗണ്ട് ഉണ്ട് കേട്ടോളെ. ഹലോ ഹലോ, ഇവിടെ ഉണ്ടോ? പ്രഭുട്ടൻ അവിടെ ഉണ്ട്. നല്ല എക്കോ ആയിട്ടുള്ള സ്ഥലം. ഏറ്റവും ടോപ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബേക്കിൽ കടൽ പ്രദേശം, കടൽ കാണാം. ഹലോ ഗൈസ്, നമ്മളിന്ന് കാണുന്നത് തലശ്ശേരി കോട്ടയുടെ വൻ മതിലാണ്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഈ കാണുന്നത്. എന്തായാലും ഇവിടെ കയറാനുള്ള ഫീസും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് എന്തായാലും മുന്നോട്ട് കയറിയിട്ട് നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. എന്തായാലും ഈ വീഡിയോസ് നിങ്ങൾ എന്തായാലും മുഴുവനായിട്ട് കാണാം. നല്ല കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. ഓക്കെ, എന്തായാലും ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം. ഇതാണ് നമ്മൾ കണ്ടിരിക്കുന്ന കോണിപ്പടി. 18-ാം പടി പോലെ ഉണ്ട്. നല്ല മേലോട്ട് കയറുമ്പോൾക്ക് കാലുവേദനയുണ്ട്. നല്ല കാഴ്ചയാണ് കാണാനുള്ളത്. തലശ്ശേരി കോട്ടൻ്റെ ഏറ്റവും ടോപ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബേക്കിൽ കടൽ പ്രദേശം, കടൽ കാണാം. അതുപോലെ തന്നെ ഇവിടെ തലശ്ശേരിയിലെ ടൗണുകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് തലശ്ശേരി ടൗൺ, നമ്മൾ കാണുന്നതാണിത്. അടിപൊളി പ്ലേസ് അല്ലേ? തലശ്ശേരി കോട്ടേൻ്റെ ഫ്രണ്ട് മതിലാണ് കാണുന്നത്. നമ്മൾ കയറി വന്ന മതിലാണ് കാണുന്നത്. കടല്, അതിനുള്ളിലേക്ക് ഇറങ്ങിപ്പോകുന്ന തുരങ്കമാണ് നമ്മളെ ചെറുതായിട്ട് നമ്മൾ താഴെ കാണുന്നത്. ചെറിയ കോട്ടയാണ്, പക്ഷെ ഇവിടുന്ന് ഒരുപാട് ഫോട്ടോഷൂട്ടുകളും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ചെയ്യുന്നുണ്ട്. താഴെ കൂടെ നമ്മൾ പോലീസ് ചേട്ടൻ പോകുന്നുണ്ട്. പണ്ട് കാലത്തുണ്ടാക്കി ഇത് ടിപ്പ്. ഇത് ആരെ കോട്ടയാടാ? നല്ല ചെങ്കല്ല് വെച്ചിട്ട് നല്ല ഉറപ്പിച്ചിട്ടുള്ള കട്ടകളാണ്. ഇവിടെയൊക്കെ പീരങ്കി വെച്ചിട്ട് വെടി വെക്കുന്ന സ്ഥലങ്ങളായിരിക്കും. നമ്മൾ താഴത്തേക്ക് ഇറങ്ങുകയാണ് തലശ്ശേരി കോട്ടയിൽ നിന്ന്. ഇത് മുകളിലത്തെ നടപ്പാതാന്ന് പറയില്ല. പണ്ട് ഭടന്മാരെല്ലാം നിന്നിട്ട് ഇവിടുന്ന് നോക്കുക രാജാക്കന്മാർ ആരെങ്കിലും ആക്രമിക്കാൻ വരുന്നുണ്ടോന്ന്. നമ്മൾ താഴത്തേക്ക് ഇറങ്ങാൻ പോവാണ്. എന്നാലും പണ്ട് കാലത്ത് ഉണ്ടാക്കിയതാണെങ്കിൽ നല്ല ഉറപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട് അല്ലേ? ഇനി ഇതുവരെ ഒന്നും ആയിക്കില്ലടാ. ചെങ്കല്ല് എന്ന് പറഞ്ഞാൽ ഇതല്ല ചെങ്കല്ല്, ഇതെല്ലാം ഫസ്റ്റ് ക്വാളിറ്റി ചെങ്കല്ലായിരിക്കൂല. ഇതിങ്ങനെ താഴത്തേക്ക് ഇറങ്ങി ശ്രദ്ധിച്ചിറങ്ങണം, അല്ലെങ്കിൽ സ്ലിപ്പാവും. പടപട എന്ന് പറഞ്ഞ് താഴെ പോവും. ഉണ്ടാ ഭീമിന് പകരം മരം വെച്ചിട്ടായത്. പണ്ട് കോൺക്രീറ്റ് ഉണ്ടല്ലേ, ഇത് നല്ല എന്തോ ഒരു വലിയ മരമാണ് ഉറപ്പുള്ള. ഇതിലൂടെ തന്നെ പോയാൽ ഇതിൻ്റെ ചുറ്റും സാധനമുണ്ട്. ഇങ്ങനെ തന്നെ ചുറ്റി പോകാനുണ്ട്. തുമ്പികൾ പറക്കുന്നുണ്ട്. ഇതന്നെ അടിപൊളി സ്ഥലമല്ല? പൊളിയല്ലടാ. വാ, പണ്ടത്തെ രാജാക്കന്മാരുടെ ഒരു ഭാഗ്യം തന്നെ. മാവുണ്ട് ഇവിടെ തന്നെ മാങ്ങ പറിക്കണമെങ്കിൽ. കടലിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്, തുരങ്കപാത. ഇപ്പോൾ പൂട്ടിയിട്ടാണ്, കടലിലേക്ക് പോകാൻ പറ്റില്ല. ഇതിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ഇതൊന്നും സാധനം ഇതെന്തോ ഒരു സാധനം ഉണ്ട്, മോട്ടറാണ്. ഇതാണ് കോട്ടയുടെ പിൻഭാഗത്തേക്ക് പോകുന്ന ഗേറ്റ്. ഇവിടുന്ന് വീണ്ടും സ്റ്റെപ്പ് കയറി 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 പോകണം. നമ്മൾ ഫ്രണ്ടിലെത്തി. നല്ല പൂക്കൾ. ഇതെന്ത് പൂടാ? ചെമ്പകല്ല, ചെമ്പകച്ചെടി.
ചിങ്ങപ്പേടി ചെമ്പകച്ചെടിയാണ് കാണുന്നത്. പിന്നെ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ കോട്ടയുടെ തെക്ക് ഭാഗത്തെത്തും. ഇവിടെ ഒരു ലൈറ്റ് ഹൗസും കൂടി ഉണ്ട്. ലൈറ്റ് ഹൗസ് ഒരു വെള്ള കളറാണ്, നല്ല ഭംഗിയുണ്ടല്ല. ഇവിടെ നോക്കിയാൽ കടൽ മൊത്തമായിട്ട് കാണാം. നല്ല ഫുട്ബോൾ ഗ്രൗണ്ട് പോലത്തെ ഏരിയ അല്ല. ഇവിടെ ആയിരിക്കില്ല രാജാക്കന്മാരുടെ രാജ്ഞിമാരിലിരുന്ന് മന്ത്രിസഭയെല്ലാം കൂടെ ഇവിടെ നിന്നായിരിക്കും. ഗ്ലാസ് അല്ല പൊട്ടിട്ടാണല്ലോ പഴയ കാലത്തല്ല. ഇതേത് തുറങ്കോ? ഇത് കടലിലേക്ക് പോകുന്ന ഇതെങ്ങോട്ടോ? നല്ല എക്കോ സൗണ്ട് ഉണ്ട് കേട്ടോളെ. ഹലോ ഹലോ, ഇവിടെ ഉണ്ടോ? പ്രബോട്ടിന് ഇവിടെ ഉണ്ട്. നല്ല എക്കോ ആയിട്ടുള്ള സ്ഥലം. അത് കടലിലേക്ക് പോകുന്ന വഴിയാണ്. പിന്നാമ്പുറം കാണിക്കും. പിന്നാമ്പുറം, ഇതാണ് പിന്നാമ്പുറം. കോട്ടയുടെ പിന്നാമ്പുറം. ചെമ്പരത്തി. ഇവിടെ രാജാക്കന്മാരുള്ള ഒളിക്കുന്ന സാഹചര്യം. ഇവിടെ എങ്ങനെ നോക്കി രാജാക്കന്മാർക്ക്. എന്തായാലും തലശ്ശേരി കോട്ടയുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം.